are dreaming in the dark. We are nothing more than dust. Search but you stay lost. We are reaching for the stars, but we're making this too hard. And I wonder where you are. Mysterious, that's the part you always show. 'Cause you're too curious. Maybe you should take it slow. Mysterious, that's the part you always show. അപ്പോൾ 2 ടൈപ്പ് 4 ഇന്നോവയാണ് നമുക്ക് കംപ്ലീറ്റ് ആയിരിക്കുന്നത്. ഇതിൽ കണ്ടോ നിങ്ങൾക്ക് ഈ ഒരു ഗ്രേ ഇന്നോവ കാണാം. അതിൽ ഫ്രണ്ട് ഹെഡ്ലൈറ്റ് പ്രൊജക്ടറാണ്, അതിൽ നോർമൽ ഹെഡ്ലൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഫോഗ് ലാമ്പ് വന്നിരിക്കുന്നുണ്ട്, അതേപോലെ തന്നെ അതിലും വന്നിരിക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ബാക്ക് വശത്ത് നോക്കണമെങ്കിൽ ബാക്ക് സൈഡിൽ വരുമ്പോൾ ഈ ഫ്രണ്ട് പ്രൊജക്ടർ വന്ന ആ വണ്ടിക്ക് വന്നിരിക്കുന്നത് ബാക്കിൽ വരുന്നത് LED ടെയിൽ ലാമ്പാണ്. എന്നാൽ നോർമൽ ടൈപ്പ് വന്നിരിക്കുന്നത് നോർമൽ ടൈപ്പ് ടൈലൈറ്റ് തന്നെ വന്നിരിക്കുന്നത്. ശരിക്കും ഇതൊരു BR രജിസ്ട്രേഷൻ വണ്ടിയാണ്. ശരിക്കും അവിടെ നിന്ന് തന്നെയാണ്, പട്ന എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് നമ്മളുടെ ഗ്യാരേജിലേക്ക് വന്ന ഒരു വണ്ടിയാണ്. അതായത് BR രജിസ്ട്രേഷൻ അത് അവിടുത്തെ വണ്ടി തന്നെയാണ് കേട്ടോ. ഒരു മലയാളിയും അല്ല, നമ്മളുടെ നാട്ടുകാരനല്ല. എന്നാൽ നമ്മളുടെ ഗ്യാരേജിലെ വർക്കും കാര്യങ്ങളൊക്കെ കണ്ട് അവിടെ നിന്ന് വന്ന ഒരു വണ്ടിയാണ് ഇത്. 2007 രജിസ്ട്രേഷൻ G ഓപ്ഷൻ വണ്ടിയാണ്. ഇതിൽ നമ്മൾ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു ഗോൾഡൻ കളറായിരുന്നു. പഴയ ഇന്നോവയ്ക്ക് വരുന്ന ഒരു ഗോൾഡൻ കളറായിരുന്നു. ഷാമ്പിങ് ഗോൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള കളറായിരുന്നു. അത് നമ്മൾ ചേഞ്ചിങ് ചെയ്തിട്ട് ഇന്നോവയ്ക്ക് ഏറ്റവും പുതിയതായിട്ട് വരുന്ന മൈക്ക മെറ്റാലിക് എന്ന് പറഞ്ഞിട്ടുള്ള 1G7 എന്ന് പറഞ്ഞിട്ടുള്ള 1G7 എന്ന് തോന്നുന്നുണ്ട്, ആ കളർ നമ്മൾ അടിക്കുക ചെയ്തിരിക്കുന്നത്. ഇതിൽ ഫ്രണ്ടിൽ ഹെഡ്ലൈറ്റ് പ്രൊജക്ടർ കൊടുത്തു. പിന്നെ നമ്പർ പ്ലേറ്റ് അവർ കൊണ്ടുവന്നതാണ്. നമ്പർ പ്ലേറ്റ് ഒരു വലിയ നമ്പർ പ്ലേറ്റ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രണ്ടിൽ ടൈപ്പ് 4 ചെറിയ രീതിയിലുള്ള നമ്പർ പ്ലേറ്റാണ് വരുന്നത്. പക്ഷേ ഇതിപ്പോൾ ആ കസ്റ്റമർ കൊണ്ടുവന്നത് നമ്മൾ സെറ്റ് ചെയ്തു. അതേപോലെ സിഗ്നൽ ലൈറ്റ് ടൈപ്പ് മിറർ കൊടുത്തിട്ടുണ്ട്. അലോയ് പഴയ അലോയ് ആയിരുന്നു. അപ്പോൾ അതിൽ നമ്മളുടെ പേൾ വൈറ്റും തന്നെ കളറ് അടിക്കുക ചെയ്തിരിക്കുന്നത്. പക്ഷേ ഫിനിഷിങ് കുറഞ്ഞൊരു അലോയ് ആയിരുന്നു കേട്ടോ. അതിപ്പോഴും ഫിനിഷിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു പരമാവധി നമ്മൾ ഒരു ഭംഗി വരുന്ന രീതിയിൽ നമ്മൾ ആ ഒരു അലോയ് പെയിൻറ്റിങ് ചെയ്തിരിക്കുന്നത്. പക്ഷേ നമ്മൾക്ക് ഒരു പുട്ടിയിടുന്നതിനും ഫിനിഷിങ് ചെയ്യുന്നതിനും ഒരു പരിധിയുണ്ട് അലോയ്മ, കാരണം അത് പൊട്ടിപ്പോവും. പിന്നെ ബാക്കിൽ ടൈലൈറ്റ് LED ടൈലൈറ്റ് കൊടുത്തു. ബോണറ്റ് അല്ല ഡിക്കിയുടെ ക്രോം, ബമ്പറിൻ്റെ റിഫ്ലക്ട് നമ്മളിപ്പോൾ സെറ്റ് ചെയ്തിട്ടില്ല, വേറെ ഒന്നുമല്ല, അത് LED ടൈപ്പ് ചെയ്യണമെന്ന് ഡൗട്ട് കൺഫ്യൂഷനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അത് കാരണം സെറ്റിങ് ചെയ്യും. ബാക്കിൽ ഫോർച്യൂണർ ടൈപ്പ് വൈപ്പർ കൊടുത്തു, സ്പോയിലർ കൊടുത്തു. ടൈപ്പ് 4 വരുന്ന സ്പോയിലർ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വണ്ടിയുമ്പോൾ ചെയ്തിരിക്കുന്നത്.
ഫ്രണ്ടിൽ സാധാരണ ഹാൻഡിലായിരുന്നു, അത് ക്രോം ടൈപ്പ് ഹാൻഡിലാക്കി മാറ്റിയിട്ടുണ്ട്. വെതർ സ്റ്റെപ്പും ഫ്രണ്ട് ലൈനിങ് ഒക്കെ പുതിയതാണ്. പിന്നെ ഇതിൻ്റെ അകത്തേക്ക് പോകുമ്പോൾ നമ്മൾക്ക് ഇൻസൈഡിലേക്ക് നമ്മൾ പോകുമ്പോൾ അതിൻ്റെ ഡോർ പാഡുമ്പോൾ നമ്മൾ സീറ്റിന് മാച്ച് ചെയ്തിട്ട് റെക്സിങ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതൊരു സാധാ കളറില്ലാത്തൊരു ടൈപ്പ് ആയിരുന്നു അതിൻ്റെ പവർ വിൻഡോ സ്വിച്ച് വരുന്ന ഒരു ഭാഗം. അത് നമ്മൾ സെയിം ബോഡിക്ക് വരുന്ന കളർ ഇതിൽ പെയിൻറ്റിങ് ചെയ്തു. അതേപോലെ സീറ്റ് നിങ്ങൾക്ക് കാണാം, ശരിക്കും പറഞ്ഞാൽ ഒരു സ്പോർട്ടി ടൈപ്പ് സീറ്റ് തന്നെ പറയാം. ബാക്ക് സൈഡിൽ നമ്മൾക്ക് ഇവിടെ സെപ്പറേറ്റ് യൂഫോമൊക്കെ വെച്ചിട്ട് ഒരു കട്ടിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡബിൾ സ്റ്റിച്ചിങ് ആണ്, എല്ലാ സ്റ്റിച്ചിങ്ങും ഡബിളായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഡബിൾ സ്റ്റിച്ചിങ് വരുന്നുണ്ട് എൻ്റെ സെൻറ്ററിലായാലും. പിന്നെ യൂഫോം സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു സീറ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കണ്ട ഫ്രണ്ടിൽ വരണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒരു സ്പോർട്ടി ലുക്കിൽ തന്നെ ഇത്തിരി വലിപ്പത്തിൽ ആണ് സീറ്റ് ചെയ്തിരിക്കുന്നത്, 2 സീറ്റും. പിന്നെ ഇതിൽ സീറ്റിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഗിയർ ലിവറിൻ്റെ അത് സെറ്റ് ചെയ്തിട്ടില്ല, ഹാൻഡ് റെസ്റ്റ് ആ ഒരു റെസ്റ്റിൻ തന്നെ അടിച്ചു. അതേപോലെ തന്നെ ഗിയർ ലിവറിൻ്റെ ഒരു ഭാഗം വരുന്നുണ്ട്, നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള സ്റ്റിയറിംഗ് വീൽ സെറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഫുള്ളായിട്ടില്ല. അപ്പോൾ അത് നമ്മൾ ലാസ്റ്റ് ഫൈനലായിട്ട് ചെയ്യാനായിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ സീറ്റാണ് വരുന്നത്. ഈ വണ്ടി എന്ന് പറഞ്ഞാൽ ടിയർ രജിസ്ട്രേഷൻ വണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അഡീഷണലായിട്ട് സിറ്റിങ് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല, നോർമലായിട്ട് ടൈഫോയിലേക്കാണ് കേട്ടോ. ഇത് പാച്ചറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇതിന്. ഈ വണ്ടിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗോൾഡ് വണ്ടി തന്നെയായിരുന്നു, സിൽവർ ഷാമ്പിങ് ഗോൾഡ് എന്ന് പറഞ്ഞ കളർ തന്നെയായിരുന്നു. അത് നമ്മൾ സിൽക്കി ഗോൾഡിലേക്ക് ചേഞ്ച് ചെയ്തിരിക്കുന്നത്. അഡീഷണൽ ഫിറ്റിങ് കാര്യങ്ങളൊന്നുമില്ല, വെതർ സ്റ്റെപ്പും കാര്യങ്ങളും മാറ്റി നോർമലായിട്ടുള്ള ടൈപ്പ് 4 കൺവേർഷനാണ് ഈ ഒരു വണ്ടിക്ക് ചെയ്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ ഹാൻഡിൽ ക്രോം ടൈപ്പ് ആക്കിയിട്ടുണ്ട്.